ഹായ്, മാർച്ച് 8-ന് എന്താ പ്രത്യേകത എന്നറിയോ? ഹായ് മാം, മാർച്ച് 8-ന് എന്താ പ്രത്യേകത എന്നറിയോ? വനിതാ ദിനം, വുമൻസ് ഡേ ആണ്. ആസ് എ വുമൺ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഫ്രീഡം എന്താണ്? സോ നിങ്ങൾ ഏത് ക്വാളിറ്റീനാണ് കൂടുതൽ പ്രയോറിറ്റൈസ് ചെയ്യുന്നത്? ലവ്, റെസ്പെക്ട് ഓർ കെയർ? എന്തുകൊണ്ടാണ് റെസ്പെക്ട് ചൂസ് ചെയ്തത്? നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ഒരു വുമൺ ഉണ്ടാവില്ലേ? അവരുടെ ഏത് ക്വാളിറ്റിയാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടത്? ഒരു സ്ത്രീയെ പറ്റിയിട്ട് പുരുഷന്മാരെ അറിഞ്ഞിരിക്കണം എന്ന് മാമിന് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്താണ്? ഇപ്പം നാട്ടിൽ സ്ത്രീധനം, ഗാർഹിക പീഡനം, അതുപോലെ തന്നെ വർണ്ണവിവേചനം കേസസ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഡെയിലി. സോ അതിനെ പറ്റി മാമിന് എന്താണ് പറയാനുള്ളത്? ഇപ്പം നാട്ടിൽ വുമൺ ഓൺടർപ്രണേഴ്സ് കൂടി വരാണല്ലോ. നിങ്ങൾക്ക് എന്തെങ്കിലും ബിസിനസ് സ്റ്റാർട്ടപ്പ് ഉണ്ടോ? എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ? ഇല്ല, തുടങ്ങാൻ ആഗ്രഹിച്ചിട്ടുണ്ട് എപ്പോഴെങ്കിലും? എന്തൊക്കെയാണ് നമുക്ക് ഈ ഒരു ഇപ്പോഴത്തെ ജനറേഷനോട് അല്ലെങ്കിൽ സമൂഹത്തിനോട് നമുക്ക് പറയാനുള്ളത്? ആസ് എ വുമൺ, വാട്ട്സ് ദ വൺ തിങ് യു വാണ്ട് മെൻ ടു അണ്ടർസ്റ്റാൻഡ് അബൌട്ട് യു? ആ ഫീലിംഗ്. അവരമായ തുല്യം നമ്മളും അധ്വാനിക്കും, നമ്മളെ അധ്വാനം അവർ മനസ്സിലാക്കുന്നില്ല, അത്ര മാത്രമേ ഉള്ളൂ. അല്ല, ഓരോ സൈഡും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യണം. നമ്മൾക്ക് മാത്രം നോക്കി കഴിഞ്ഞാൽ റെഡി ആവുമല്ലോ. അപ്പോൾ അവർക്ക് നമ്മൾ പറഞ്ഞു കൊടുത്തതിന് അവർക്ക് മനസ്സിലാവും, അപ്പോൾ പിന്നെ കുഴപ്പമില്ല. ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് തന്നെ തീരാവുന്ന പ്രശ്നം. കമ്മ്യൂണിക്കേഷൻ ആണ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നവരെല്ലാം? മീൻസ് അവൾക്ക് അവളുടെ വാല്യൂസ് ഒക്കെ മനസ്സിലാക്കുന്ന ഒരാളായിരിക്കണം എന്നുള്ളതാണ്. കുറച്ചുകൂടി കെയറിങ് ആയിരിക്കണം. പിന്നെ നമ്മൾക്ക് നമ്മളെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നമുക്കൊരു കുറച്ച് സ്പേസും ഫ്രീഡമും തരണം. സോ നിങ്ങൾ ഏത് ക്വാളിറ്റീനാണ് കൂടുതൽ പ്രയോറിറ്റൈസ് ചെയ്യുന്നത്? ലവ്, കെയർ ഓർ റെസ്പെക്ട്? ലവ് ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി കെയർ വരും. അതെ, അതാണ്. അതെ, ലവ് ആൻഡ് കെയർ ഒരു പൂവിന്റെ പേതള് അടിയിൽ കാലിക്സ്, അതേമാതിരി തന്നെ അത് രണ്ടും കൂടി കൂടിയാൽ. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ഒരു വുമൺ ഉണ്ടാവില്ലേ? അവരുടെ ഏത് ക്വാളിറ്റിയാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടത്? സ്നേഹം. അതെനിക്കൊന്ന് ലവ് തന്നെ. ഫസ്റ്റ് ലവ് ഇത് കിട്ടുന്ന മദറല്ലേ. മാം ആഗ്രഹിക്കുന്ന സ്വാതന്ത്ര്യം എന്താണ്? സെൽഫ് ഇൻഡിപെൻഡൻ്റ് ആയാൽ തന്നെ നമ്മൾക്കൊരു ഫ്രീഡം ഉണ്ടാവും. അതായാൽ മതി. സോ സെൽഫ് ഇൻഡിപെൻഡൻസ് ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഫ്രീഡം. ഓക്കെ, നമ്മൾ സേഫായിട്ട് എന്ത് വിചാരിച്ചാലും ചെയ്യാനുള്ള ഒരു ഇത് കിട്ടുക എന്നുള്ളതാണ്. അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാനും ഒരു വേറൊരാളെ പേടിക്കാതെ ജീവിക്കാനും പറ്റുന്നുള്ള, പിന്നെ അതിനൊരു സപ്പോർട്ടായിട്ട് എല്ലാവരും ഉണ്ടാവണം എന്നാണ്. ഇപ്പം നാട്ടിൽ സ്ത്രീധനം, ഗാർഹിക പീഡനം, അതുപോലെ തന്നെ വർണ്ണവിവേചനം കേസസ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഡെയിലി. സോ അതിനെ പറ്റി മാമിന് എന്താണ് പറയാനുള്ളത്? അത് ഞാൻ പറയുന്നത് അതൊക്കെ ശരിക്കും വാങ്ങാൻ പാടില്ലാണ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്താ വെച്ചാൽ സ്ത്രീകൾ തന്നെ ഒരു സ്ത്രീധനം പോലെയല്ലേ, നമ്മളെ ഹോൾ ലൈഫ് നമ്മൾ അവർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാല്ലേ. ഇപ്പം നാട്ടിൽ വുമൺ ഓൺടർപ്രണേഴ്സ് കൂടി വരാണല്ലോ. നിങ്ങൾക്ക് എന്തെങ്കിലും ബിസിനസ് സ്റ്റാർട്ടപ്പ് ഉണ്ടോ? ഞാൻ ഡ്രസ്സ് ഡിസൈൻ ചെയ്യും. ഡ്രസ് ഡിസൈൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് സെല് ചെയ്യുന്നുണ്ടോ? സെല് ചെയ്യുന്ന ഓൺലൈനിലായിട്ട്. ഓൺലൈനായി ചെയ്യുന്നു. ഇല്ല, എന്തെങ്കിലും തുടങ്ങാൻ ആഗ്രഹം ഉണ്ടായിരുന്നോ? എൻ്റെ ഫിനാൻഷ്യലി ഫിനാൻസ് ആണ് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്തത്. മാം ഇപ്പോൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് എത്ര വർഷമായി? 5 years. 5 years. ഈ 5 yearsൽ ഇപ്പം ഒരു വുമൺ ഓൺടർപ്രണർ എന്നുള്ളതിൽ മാം എന്തെങ്കിലും പ്രതിസന്ധി നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നോ? അതുണ്ടാവുമല്ലോ, ഏത് ബിസിനസ്സിലും അതിൻ്റെതായ ഉണ്ടാവില്ലേ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാവുമല്ലോ. നമുക്കിതിൽ ലാഭം എന്ന് വിചാരിച്ചാൽ ഒരാളോട് നേരിട്ടിട്ട് നമ്മളോട് മോശമായി പെരുമാറുകയാണെങ്കിൽ അതിനെ നേരിടാനുള്ള ഒരു മനോധൈര്യം നമുക്ക് ഇതിലൂടെ കിട്ടി. തീർച്ചയായിട്ടും. ഇപ്പം കൂടുതൽ ഇപ്പം നമ്മുടെ ഇപ്പം നാട്ടിൽ ഇപ്പം ഡ്രഗ് കേസസ് ആയിട്ടും കുറേ ഇഷ്യൂസ് ഡെയിലി കേരളത്തിൽ ഓരോ ഗാർഹിക പീഡനമാണെങ്കിലും സ്ത്രീധനത്തിനാണെങ്കിലും കുറേ ഇഷ്യൂസ് നടക്കുന്നുണ്ടല്ലേ. സോ ഇപ്പോഴത്തെ ഒരു ജനറേഷൻ കുട്ടികളോട് മാമിന് എന്താണ് പറയാനുള്ളത്? കണ്ടില്ല മയക്കുമരുന്ന്, അതൊക്കെ മക്കളെ പറഞ്ഞയക്കാനൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര പേടിയാണ്. അപ്പോൾ ലഹരിമുക്ത കേരളമായാൽ തന്നെ കുറേ മാറ്റം ഉണ്ടായി. ഒരു ബാക്ക് തിങ്കിങ് ഉണ്ടാവണം. ഒരാൾ അഡ്വൈസ് ചെയ്യുമ്പോൾ ജസ്റ്റ് അഡ്വൈസ് മുഴുവൻ എടുക്കണം എന്നല്ല, ജസ്റ്റ് ഒരു ബാക്ക് തിങ്കിങ്. അവരെന്താണ്, അവരങ്ങനെ പറയാൻ എന്തായിരിക്കും കാരണം എന്നുള്ളത് ഒന്ന് തിങ്ക് ചെയ്യുന്നത് ആരായാലും, ഈവൻ എൽഡേഴ്സ് ആണെങ്കിലും ശരി, കുട്ടികളാണെങ്കിലും ശരി, ഒരു മുതിർന്ന ആളുകളാണെങ്കിലും എന്തായിരിക്കും അതിനെപ്പറ്റി ഒന്ന് ചിന്തിക്കാം. എന്നോട് ചോദിച്ചാൽ ഞാൻ പറയുന്നത് ഡ്രഗ്സിൻ്റെ ഇത് അത് അടിച്ച് നിരപ്പാക്കണം. നമ്മുടെ അടുത്ത തലമുറ ഉണ്ടല്ലോ, അത് ക്ലീനായി. നിങ്ങൾ ആഗ്രഹിച്ച പോലെ ജീവിക്കാൻ നിങ്ങൾക്ക് ഒരു ഡേ കിട്ടാണ്. മാം എന്തൊക്കെ ചെയ്യും? എന്തൊക്കെ ചെയ്യുന്നു? യാത്ര പോകും. യാത്ര പോകും. എവിടെയൊക്കെ? അത് എവിടെ പറയാം, കുളു, മണാലി, മുന്നാർ. Thank you so much. And happy birthday. Thank you so much.